ലോഞ്ച് വെഹിക്കിളുടെയും സാധാരണ ഉപകരണങ്ങളുടെയും നിർമ്മാണം ഘട്ടം ഘട്ടമായി സ്വകാര്യ മേഖലയിലേക്ക് കൈമാറാൻ ISRO ഒരുങ്ങുന്നതോടെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി അതിന്റെ ഏറ്റവും വലിയ ഘടനാപരമായ മാറ്റങ്ങളിൽ ഒന്നിന് തയ്യാറെടുക്കുകയാണ്. ബിസിനസ് ടുഡേയുടെ ഇന്ത്യ അറ്റ് 100 എക്കണോമി സമ്മിറ്റിൽ സംസാരിക്കവേ ഈ മാറ്റം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻ ഗോയങ്ക പറഞ്ഞിരിക്കുകയാണ്. സ്വകാര്യ കമ്പനികൾക്ക് സ്വന്തമായി വികസിപ്പിക്കാൻ കഴിയാത്ത ഗവേഷണം, നൂതന സാങ്കേതിക വിദ്യകൾ, ശാസ്ത്രീയ ദൗത്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ മാറ്റം ISROയെ സഹായിക്കും. ISRO വിക്ഷേപണ വാഹനങ്ങൾ ഇനി നിർമ്മിക്കില്ല. അതെല്ലാം സ്വകാര്യ മേഖലയോ പൊതുമേഖലയോ സ്ഥാപനങ്ങളോ ആയിരിക്കും ഇനി നിർവഹിക്കുക എന്നാണ് ഗോയങ്ക ഇപ്പോൾ പറയുന്നത്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വഴി ഈ മാറ്റം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഗോയങ്ക പറയുന്നുണ്ട്. ഒരു ലേല നടപടിക്രമത്തിലൂടെ ഇതിന്റെ സാങ്കേതിക വിദ്യയും ഉൽപാദന അവകാശങ്ങളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറിയിരുന്നു. കൂടാതെ അടുത്ത ഘട്ടം ഇതിലും നിർണായകമായേക്കാമെന്നാണ് ഗോയങ്ക പറയുന്നത്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ പ്രവർത്തനക്ഷമമായ റോക്കറ്റായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നിവയും സ്വകാര്യ വത്കരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഗോയങ്ക പറയുന്നുണ്ട്. SSLVയുടെ കാര്യത്തിലുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വരാനിരിക്കുന്ന കൈമാറ്റ നടപടികളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിക്കില്ല. പകരം സ്വകാര്യ മേഖലയിലായിരിക്കും ഇതിന്റെ ചുമതല ഏറ്റെടുക്കുക. റോക്കറ്റുകൾ മുതൽ ഉപകരണങ്ങൾ വരെയുള്ളവയുടെ നിർമ്മാണ ചുമതലയുള്ള ഒരു സ്ഥാപനം എന്നതിലുപരി ഒരു ഗവേഷണ വികസന സ്ഥാപനത്തിൻ്റെതിന് സമാനമായ രീതിയിലായിരിക്കും ISROയുടെ ഭാവിയിലെ പ്രവർത്തനങ്ങളെ ഗോയങ്ക പറയുന്നു. ശാസ്ത്രീയ ദൗത്യങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകളുടെ വികസനം, പ്രത്യേകതരം ഉപകരണങ്ങൾ, അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലായിരിക്കും ബഹിരാകാശ ഏജൻസി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായി വികസിപ്പിച്ചു കഴിഞ്ഞാൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി അവ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാൻ സാധിക്കും. ഇസ്രോയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് ഇതിനകം 120 സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ കൈമാറിക്കഴിഞ്ഞു. പുതിയൊരു വിക്ഷേപണ കേന്ദ്രത്തിന്റെ പ്രവർത്തന ചുമതല സ്വകാര്യ മേഖലയിലേക്ക് കൈമാറാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. അടുത്ത 4-5 മാസത്തിനുള്ളിൽ ഇതിനായുള്ള നടത്തിപ്പുകാരനെ തീരുമാനിക്കാൻ കഴിയുമെന്നാണ് ഗോയങ്ക പറയുന്നത്. നിലവിൽ ഏകദേശം $8 ബില്യൺ ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയെ 2033 $44 മില്യൺ വികസിപ്പിക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ മാറ്റം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് 3 പ്രധാന ഘടകങ്ങൾ അനിവാര്യമാണെന്ന് ഗോയങ്ക പറയുന്നുണ്ട്. സർക്കാർ തലത്തിലുള്ള ആവശ്യം, പരമ്പരാഗത ബഹിരാകാശ മേഖലയ്ക്ക് പുറത്തുള്ള വ്യവസായങ്ങൾ, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കൽ, അന്താരാഷ്ട്ര വിപണികളിലേക്കുള്ള വിപുലീകരണം എന്നിവയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സർക്കാർ ഒരു ആങ്കർ കസ്റ്റമർ ആയി പ്രവർത്തിക്കണമെന്നാണ് ഗോയങ്ക പറയുന്നത്. പ്രതിരോധ വകുപ്പ് ഇതിനകം തന്നെ സ്വകാര്യ കമ്പനികൾക്ക് 31 ഉപകരണങ്ങൾക്കായി ഓർഡർ നൽകി കഴിഞ്ഞു. അതേസമയം ഇതേ ബൃഹത് പദ്ധതിയുടെ ഭാഗമായി 21 ഉപകരണങ്ങൾ കൂടി ISRO നിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉപഗ്രഹങ്ങളുടെയും മറ്റ് ബഹിരാകാശ ആസ്തികളുടെയും ഉടമസ്ഥാവകാശം സ്വകാര്യ കമ്പനികൾക്ക് നൽകുകയും അവയിൽ നിന്നുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ സേവനങ്ങളും ഉപയോഗിച്ച് വരുമാനം നേടാൻ അവരെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വാണിജ്യ മാതൃകയിലേക്കും ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബഹിരാകാശ ശക്തി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അടിത്തറയിട്ട് ദൈനംദിന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ അടുത്ത ഘട്ടത്തെ നിർണ്ണയിക്കുന്ന സാങ്കേതിക വിദ്യകളും അതോടൊപ്പം തന്നെ ദൗത്യങ്ങളും വികസിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാകും ISROയെ സംബന്ധിച്ചിടത്തോളം ISROയുടെ പുതിയൊരു ഭാവി.